ഇപ്പഴല്ല വായിക്കേണ്ടത്. വെയിറ്റ് വെയിറ്റ്. ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം. പത്മകുമാരി ഓൺ ചെയ്തോളൂ കേട്ടോ, ഓൺ ചെയ്ത് വായിച്ചോളൂ. ഓം ശ്രീ സായിരാം. നാളെ ഗുരുവായൂർ ഏകാദശി. ശ്രീകൃഷ്ണ അവതാരത്തിന്റെ മഹിമ സ്വാമിയുടെ വാണിയിലൂടെ നമുക്ക് കേൾക്കാം. പ്രപഞ്ചം ഈശ്വരന്റെ സൃഷ്ടി, അത് അതിമധുരം. കൃഷ്ണൻ എന്ന പദത്തിന് 3 വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. കർഷ് എന്ന മൂലത്തിൽ നിന്നാണ് ഈ നാമം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഏതൊന്നാണോ ആകർഷിക്കുന്നത് അത്. കൃഷ്ണൻ തന്റെ ലീലാവിനോദങ്ങളാലും ദുഷ്ടശക്തികൾക്കെതിരെയുള്ള അത്ഭുതകരമായ വിജയങ്ങളാലും ആകർഷകമായ സംഭാഷണ ചാതുര്യത്താലും വിവേകത്താലും സൗന്ദര്യത്താലും ഹൃദയങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. കൃഷ് എന്ന മൂലപദത്തോട് ഈ പദം ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷിക്ക് അതായത് വിളവ് നട്ടു വളർത്തുവാനുള്ള വയൽ എന്ന നിലയിൽ. ഈ പദത്തിന്റെ അർത്ഥം ആരാണോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും കളകൾ പറിച്ചു മാറ്റുന്നതും വിശ്വാസം, ധൈര്യം, ആനന്ദം എന്നിവയുടെ വിത്തുകൾ വിതയ്ക്കുന്നതും എന്നാണ്. മൂലപദമായ കൃഷ് എന്നതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ഏതൊന്നാണോ 3 യുഗങ്ങൾക്കും 3 ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ളത് ന എന്നാൽ സച്ചിത് ആനന്ദം എന്നാണ് അർത്ഥം. കൃഷ്ണൻ തന്റെ ലീലകളാലും മഹിമകളാലും മാനവരാശിയുടെ സ്നേഹം ആകർഷിക്കുകയും അവിടുത്തെ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിന്റെ വിളവ് വളർത്തുകയും ചെയ്തു. ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന സച്ചിത് ആനന്ദ സ്വരൂപനാണ് അവിടുന്ന് എന്ന ബോധം അവരിൽ വളർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ അധികം ആളുകളും ക്ഷേത്രങ്ങൾക്ക് സമീപത്താണ്, പക്ഷേ ഈശ്വരനിൽ നിന്നും അതിവിദൂരത്തിലും. എന്തുകൊണ്ടെന്നാൽ ആരാധനാ സമയത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല. നിങ്ങൾ കൃഷ്ണാർപ്പണം എന്ന് പറയുന്നു, പക്ഷേ വാസ്തവത്തിൽ മനസ്സ് ആചരിക്കുന്ന സമർപ്പണം കൃഷ്ണയ്ക്കാണ്. അതല്ലെങ്കിൽ അത് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഉള്ള സമർപ്പണമായിരിക്കും. അത് അപൂർവമായേ കൃഷ്ണന് വേണ്ടിയായിരിക്കുകയുള്ളൂ. ഈശ്വരൻ എല്ലായ്പ്പോഴും എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു. അവിടുന്ന് എല്ലാം നേടുന്നു. മനുഷ്യരൂപം സ്വീകരിക്കുക എന്നത് മനുഷ്യരുടെ മധ്യത്തിൽ അവരിൽ ഒരാളായി വളരുന്ന നിസാര കർമ്മവും നടപ്പിലാക്കുന്നത് മനുഷ്യനെ സത്യത്തിന്റെ പാതയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. അവിടുന്ന് മനുഷ്യന് വിഭുവിന്റെ മാധുര്യം ആസ്വദിക്കുവാനും മഹത്വത്തെ വീക്ഷിക്കുവാനുമുള്ള അവസരം നൽകുന്നു. വിഭു യാതൊരു നിർബന്ധിത പ്രേരണയും കൂടാതെ പ്രവർത്തിക്കുന്നത് എന്തിനെന്നാൽ ആ വിധത്തിലെങ്കിലും മനുഷ്യൻ അതുപോലെ പ്രവർത്തിക്കുവാൻ പ്രേരണ ലഭിക്കട്ടെ എന്ന് കരുതിയാണ്. യമുനയിൽ അർജുനന്റെ കുതിരകളെ കഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ വ്യാസമുനി കാണുവാനിടയായി. വിഭു മനുഷ്യനെ നേർവഴിയിൽ നയിക്കുവാൻ വേണ്ടി സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഈ കർത്തവ്യ നിർവഹണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹം ഒരു കണ്ണുനീർ തുള്ളി പൊഴിച്ചു. കൃഷ്ണൻ അർജുനന്റെ സേവകൻ എന്ന ഭാവമാണ് അവിടെ ഏറ്റെടുത്തത്. അപ്രകാരം എങ്ങനെയാണ് സേവനം നൽകേണ്ടതെന്ന് മനുഷ്യർ പഠിക്കുകയും അങ്ങനെ പരമാധികാരത്തിലേക്ക് ഉയരണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്യുവാനായിരുന്നു ഈ വേഷം. കൃഷ്ണൻ പശുക്കളുടെയും കിടാക്കളുടെയും പോലും സേവകനായിരുന്നു. ചെറിയ ഒരു ബാലനായിരുന്നപ്പോൾ ഉണ്ണികൃഷ്ണന്റെ ചരണകമലങ്ങൾ പുൽമേട്ടിലെ കല്ലിലും മുള്ളിലും ചവിട്ടി നൊന്താലോ എന്ന് കരുതി 2 പാദരക്ഷകൾ ഉണ്ടാക്കാമെന്ന് അമ്മ യശോദ നിർദ്ദേശിച്ചു. പക്ഷേ കൃഷ്ണന് അത് സ്വീകാര്യമായില്ല. കണ്ണൻ മറുപടി നൽകി,
ഞാൻ ദിവസേന ദൂരെയുള്ള പുൽമേടുകളിൽ പശുക്കളെയും കിടാങ്ങളെയും തീറ്റുവാൻ പോകുമ്പോൾ അവയുടെ പിറകെ നടന്നാണ് പോകുന്നത്. അവയ്ക്ക് പാദരക്ഷകളില്ലാത്തപ്പോൾ എന്റെ യജമാനന്മാരായ അവയുടെ മുന്നിൽ സേവകനായ ഞാൻ എങ്ങനെയാണ് പാദരക്ഷകൾ അണിഞ്ഞു നടക്കുക? ഈ സുദൃഢമായ ബന്ധം മൂലം കന്നുകാലികൾക്ക് കൃഷ്ണനോട് വിശ്വസ്തതയും സ്നേഹവും ഉണ്ടായിരുന്നു. കംസൻ കൃഷ്ണനെ മധുരയിലേക്ക് ക്ഷണിച്ചപ്പോൾ അക്രൂരൻ മധുരയിൽ നിന്നും രഥം കൊണ്ടുചെന്ന് കൃഷ്ണനെ അതിൽ കയറ്റി യാത്ര തിരിച്ചു. അപ്പോൾ പശുക്കളും തുള്ളിക്കളിക്കുന്ന കിടാങ്ങൾ പോലും ഈ വിരഹത്തിൽ കണ്ണുനീർ പൊഴിച്ചു. ആ ജന്തുക്കൾക്ക് അത്രയും ആത്മാർത്ഥമായ കൃഷ്ണതൃഷ്ണയുണ്ടായിരുന്നു. മനുഷ്യർ മാത്രമാണ് അഹന്ത നിറഞ്ഞ തിന്മകളുടെ കൊടുങ്കാട്ടിലേക്ക് വഴിതെറ്റിപ്പോയിരിക്കുന്നത്. മറ്റെല്ലാ ജന്തുക്കളും അവയ്ക്കായി നിർണയിച്ചിരിക്കുന്ന പാതയിലൂടെ ഇപ്പോഴും സഞ്ചരിക്കുന്നു. ഈശ്വരൻ മനുഷ്യരൂപം എടുക്കുന്നത് മനുഷ്യനെ കൃതജ്ഞതയും ആനന്ദവും കൊണ്ട് നിറയ്ക്കുവാനാണ്. മനുഷ്യൻ ഈശ്വരന്റെ ശക്തിയും വിവേകവും സൗന്ദര്യവും കാണുന്നു. സത്യം ശിവം സുന്ദരം. ആ കാഴ്ച അവന് സൗന്ദര്യത്തിനും നന്മയ്ക്കും സത്യത്തിനും വേണ്ടിയുള്ള അസഹനീയമായ ദാഹം നൽകുന്നു. കൃഷ്ണൻ ലോകവുമായി ഇടപെട്ടത് ഒരു സിത്താറിനോടെന്ന പോലെയാണ്. ലോകത്തിന്റെ ഹൃദയതന്ത്രികളിൽ വിശ്വാസം, കരുണ, വാത്സല്യം, സ്നേഹം, ധീരത, മൈത്രി എന്നിവയുടെ സ്വരമാധുര്യം ഉളവാക്കിക്കൊണ്ട്, പക്ഷേ ഇവയിൽ പ്രേമം, കരുണ എന്നീ വികാരങ്ങൾ ഭഗവാന്റെ മാത്രമായ ഗുണമാണ്. ഭഗവാന്റെ ശ്വാസം പ്രേമമാണ്, പ്രകൃതം കരുണയും. വിഭുവിന്റെ കഴുത്തിൽ കണ്ണീർ കണങ്ങളുടെ ഹാരം ചാർത്തി അവിടത്തെ ആരാധിക്കുക. ഭഗവാന്റെ പ്രേമത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന ആനന്ദക്കണ്ണീര് കൊണ്ട് ആ തൃപ്പാദങ്ങൾ കഴുകുക. ആ വിധത്തിലുള്ള ആരാധന നിങ്ങളിൽ ഋഷിമാർ അന്വേഷിക്കുന്ന വിവേകവും പുസ്തകങ്ങൾ പുകഴ്ത്തി പറയുന്ന ആനന്ദവും ചൊരിയും. കൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രേമസ്വരൂപനെ ധ്യാനിച്ചുകൊണ്ട് പ്രേമത്തിൽ വളരുക. സഹജീവികളുടെ വിശപ്പിന്റെ വിലാപവും വേദനയും മനക്ഷോഭവും വ്യാകുലതയും കരച്ചിലും കേൾക്കുമ്പോൾ ഹൃദയം അലിയുകയും തരളമാവുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കർണങ്ങളിൽ കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുകയില്ല. നിങ്ങൾ കൃഷ്ണന് സേവനം അർപ്പിക്കുന്നതിൽ നിപുണനായിരിക്കാം, പക്ഷേ പ്രേമത്തിന്റെ ഈ താക്കോലില്ലാതെ നിങ്ങൾക്ക് കൃഷ്ണൻ വസിക്കുന്ന ഗോലോകത്തിൽ പ്രവേശനം ലഭിക്കുകയില്ല. നിങ്ങൾ വർഷങ്ങളായി സ്വാമിയുടെ കൂടെയാണെന്നും സ്വാമിയുടെ സമീപത്താണെന്നും അവകാശപ്പെട്ടുകൊണ്ട് പ്രശാന്തി നിലയത്തിൽ താമസിക്കുകയായിരിക്കാം, പക്ഷേ സേവനത്തിലൂടെ പ്രകടമാക്കാത്ത പ്രേമം വളർത്താതെ നിങ്ങൾക്ക് എന്നെ അറിയുവാൻ സാധിക്കുകയില്ല. ലോകം ഈശ്വരന്റെ പ്രതാപമാണ്, പ്രതിബിംബമാണ്. സ്വന്തം ഗുരുവിനെ കുറിച്ചും പൂർവികരെ കുറിച്ചും അഭിമാനം പുലർത്തിയിരുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവരെല്ലാം ദേശം മുഴുവനും അറിയപ്പെട്ടിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഒരു ദിവസം താൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുവാൻ കഴിയുമോ എന്ന് അയാളുടെ ഗുരു ചോദിച്ചു. ആ ശിഷ്യൻ പെട്ടെന്ന് ഉത്തേജിതനായി പറഞ്ഞു, എന്താ ഇത്ര സംശയം? ചോദിക്കുക, ഉത്തരം നൽകപ്പെടും. ഞാൻ സോമയ്യാജി കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ അച്ഛൻ കീർത്തികേട്ട ജ്ഞാനിയാണ്. ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ അനേക വർഷങ്ങളായി പഠിക്കുകയാണ്. എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയയില്ലേ? എന്താണ് ലവണം എന്ന പദത്തിന്റെ അർത്ഥം? ഗുരു ചോദിച്ചു. ശിഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഈ ഹാസ്യാസ്പദമായ ലളിതമായ പ്രശ്നത്താൽ അങ്ങനെ അതിശയിപ്പിക്കുന്നു. എനിക്കറിയില്ലേ, ലവണം എന്നാൽ ചാണകം എന്നാണ് അർത്ഥം. അതെ, ലവണം എന്ന വാക്ക് ഓരോ ഭവനത്തിലും നിത്യേന ഉപയോഗിക്കുന്ന ഒന്നാണെന്നും അതിന്റെ അർത്ഥം ഉപ്പാണെന്നും എല്ലാവർക്കും അറിയാം. ഇതുപോലും പൊങ്ങച്ചക്കാരനായ ആ ശിഷ്യൻ പഠിച്ചിരുന്നില്ല. ഇതുപോലെയാണ് ദീർഘകാലമായി എന്റെ ഭക്തന്മാർ ആയിരിക്കുന്ന ചിലർ എന്നെ കുറിച്ച് അറിയുന്ന രീതി. നിങ്ങളുടെ കാഴ്ചയെ സ്നേഹം കൊണ്ട് തിളക്കപ്പെടുത്തിയിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം കാണാൻ സാധിക്കുകയില്ല. ഓരോരുത്തരിലും ഈശ്വരനെ കാണുവാനും ഓരോരുത്തരെയും ഈശ്വരനായി കാണുവാനും പ്രേമം നിങ്ങളെ സഹായിക്കുന്നു. ജഗത്ത് കപടമല്ല, അതൊരു കെണിയല്ല, അത് ഈശ്വരന്റെ പ്രതാപമാണ്, പ്രതിബിംബമാണ്. ഭഗവാൻ പ്രതിഫലിച്ചപ്പോൾ ജഗത്തുണ്ടായി. അത് വിഭുവിന്റെ സ്വന്തം കാതലാണ്. അനേകമായി പ്രത്യക്ഷപ്പെടുന്ന അദൃഷ്ടമായതോ വീര്യമുള്ളതോ ആയ ഊർജമോ വസ്തുവോ ആയ കർമ്മം ബോധത്തിന് അനുസൃതമാകുമ്പോൾ ബോധം മറയ്ക്കപ്പെട്ടതോ നിസാരമാക്കപ്പെട്ടതോ വരണ്ടതോ ഭ്രമമുള്ളതോ ആകുമ്പോൾ ധർമ്മം അധപ്പതിക്കുന്നു. അപ്പോൾ അവതാരം മനുഷ്യർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ കൃഷ്ണന്റെയും രാമന്റെയും സായിയുടെയും ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നു. പക്ഷേ അവർക്ക് ജനനമില്ല, അവർക്ക് പ്രായമാകുന്നില്ല. സൂര്യോദയവും സൂര്യ അസ്തമനവും പോലെ അവർ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷരെ ആവുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉരുളുകയും കറങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർ സ്ഥിരമായും സദാ സന്നിഹിതരായും നിലകൊള്ളുന്നു എന്ന് തോന്നുന്നത്. അവർ അങ്ങനെ കാണപ്പെടുകയാണ്. ആ വിധത്തിൽ നിങ്ങൾക്ക് നിസീമമായതിനെ കുറിച്ച് ബോധമുണ്ടാവുകയും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പരിമിതികളെ പരമാനന്ദത്തിൽ നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു. ചിത്രങ്ങളെയും പ്രതിമകളെയും ആരാധിച്ചത് കൊണ്ടോ
സ്തുതിഗീതങ്ങൾ വായിക്കുന്നതും പാടുന്നതും കൊണ്ടോ മാത്രം തൃപ്തരാകാതെ ഇരിക്കുക. അതിലും ഉയർന്ന തലമായ സേവന പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കൂ. അതിനുശേഷം പരമോന്നതമായ ആനന്ദത്തിന്റെ തലത്തിലേക്ക് ഉയരുക. അതാണ് ഗോലോകം. സായിരാം. സായിരാം. നിഷ വീഡിയോ ഓൺ ചെയ്തിട്ട് അനുഭവം പറഞ്ഞോളൂ കേട്ടോ. ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ പാതാരം എന്തെങ്കിലും ശതകോടി പ്രണാമങ്ങൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സായിരാം. സ്വാമിയുടെ അനുഗ്രഹത്താലും അനുവാദത്തോടു കൂടിയും എൻ്റെ ഒരു അനുഭവം ഇവിടെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഭഗവാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് നമ്മളെ സ്വാമിയെ കുറിച്ച് പറഞ്ഞു തരികയും ഭഗവാന്റെ ഭജന കേൾക്കാൻ കൊണ്ടുപോവുകയും അങ്ങനെ നമ്മളെ ജീവിതത്തിലേക്ക് സ്വാമി വരുന്നത് ആൻറ്റിയുടെ ഒരു ഇന്റർഫിയറൻസ് കൊണ്ടാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത്. അതിനുശേഷം ഭഗവാന്റെ സർവീസിൽ ഇൻവോൾവ് ആവുകയും അമ്മയും നമ്മളെല്ലാവരും സർവീസിൽ പോവുകയും അങ്ങനെ സമിതി സർവീസ് ആക്ടിവിറ്റീസിലൊക്കെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. സ്വാമിയെ നേരിട്ട് കാണാനുള്ള അനുഭവം ഉണ്ടായി. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ഖത്തറിലായിരുന്നപ്പോ ഒരു 15 വർഷം സമിതിയിൽ നിന്നും മാറി അവിടെയായിരുന്നു. അവിടെ സ്വാമിയുടെ ഒരു ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സ്ഥലമായി പോയി. തിരിച്ച് ഒരു 15 വർഷങ്ങൾക്ക് ശേഷം മകന്റെ പഠിത്തം ഹയർ സ്റ്റഡീസ് ഒക്കെ ആയപ്പോ തിരിച്ച് നാട്ടിലെത്തി. 2019 കോവിഡ്, 2020 സമിതി ആക്ടിവിറ്റീസിലൊക്കെ പതുക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടി. അങ്ങനെ 2020 മഹിളാ കോർഡിനേറ്റർ ആയിട്ട് സ്വാമിയുടെ ഒരു സേവനത്തിലേക്ക് എനിക്ക് ഒരു അനുഗ്രഹം ഉണ്ടായി. അങ്ങനെ പ്രശാന്തി സേവയ്ക്ക് പോവാനും പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു. ഇതിന്റെ ഇടയ്ക്ക് മഹിളാ കോൺഫറൻസിൽ ഒരിക്കൽ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഗീതാ മോഹൻ റാം അവരുടെ പ്രഭാഷണം കേൾക്കുകയും അവരുടെ അനുഭവമാണ് അവിടെ പറഞ്ഞത്. ആ അനുഭവങ്ങൾ കേട്ട സമയത്ത് എനിക്ക് ശരിക്കും ഭഗവാൻ അവരിലൂടെ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ഫീൽ, അതായത് ആ അനുഭവങ്ങൾ ഒരാളുടെ ഒരു അനുഭവമല്ല, അത് ശരിക്കും നമുക്കും കൂടെ ഒരു ഇൻസ്പിറേഷനും നമുക്കും പഠിക്കാനുള്ള പല കാര്യങ്ങളുമാണ് അവർ അതിലൂടെ പറഞ്ഞിരുന്നത്. തിരിച്ച് നാട്ടിൽ വന്ന ശേഷം ഞാൻ അവരുടെ ഒരുപാട് വീഡിയോസ് കാണുകയും എൻ്റെ മകൾക്ക് അത് കേൾക്കാൻ ഇടയാവുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ സ്വാമിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ കുട്ടികൾ എങ്ങനെയായിരിക്കും സ്വാമീനെ ഉൾക്കൊള്ളുക എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നി സ്വാമിയുടെ ഈ അനുഭവ കഥകൾ കേട്ടതോടുകൂടി അവർക്ക് സ്വാമിയിലേക്കുള്ള ഒരു അവരുടെ ഒരു വിശ്വാസം വളരെ ദൃഢമാവുകയും അതില് ഇൻസ്പയർഡ് ആവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം മോൾക്ക് ബാലവികാസിലൂടെ ഒരിക്കല് ബാലവികാസ് കോൺവെക്കേഷനിൽ ഒരു സ്പീച്ചിനായിട്ടൊരു സെലക്ഷൻ ഉണ്ടായി. അങ്ങനെ നമ്മൾ ആ സ്പീച്ചിന്റെ പ്രിപ്പറേഷൻ റിഹേഴ്സൽസ് നടക്കുന്ന സമയത്ത് ഗീതാ മോഹൻ റാമും ആ ഒരു ഫംഗ്ഷനിൽ വരും എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇത്രയും അനുഭവങ്ങളുള്ള ഒരു വ്യക്തി അവിടെ വരെയും നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ആ അനുഭവം കേട്ടതോടുകൂടി നമ്മൾക്കൊരു അടുപ്പം ഫീൽ ചെയ്തിരുന്നു. അപ്പൊ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാനും മോളും അവിടെ പോയി. സ്പീച്ചിന് തലേ ദിവസം രാവിലെ നമ്മൾ ദർശനത്തിന് ഇരിക്കുന്നു. അപ്പം മോളിങ്ങനെ കാത്തിരിക്കുക, ഇവര് വരുന്നത് കാണുമ്പം അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു, അതേ നോക്കാം അമ്മ, ഗീതാ മോഹൻ റാം വന്നു. പക്ഷെ യു വാസ് സോ എക്സൈറ്റഡ്, എങ്ങനെ കാണണം സംസാരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്. പക്ഷെ അവര് വന്നു, VIP അവിടെ ഏരിയയിൽ ഇരുന്നു. ആദ്യം തന്നെ അവര് നമസ്കരിച്ചു പോയി. അപ്പം ആളാകെ അപ്സെറ്റായി, എങ്ങനെ നമ്മൾ ഇനി കാണാനേ പറ്റില്ലല്ലോ, അയ്യോ നമുക്ക് സംസാരിക്കാനും പറ്റിയില്ല എന്നൊക്കെയുള്ള ഒരു വിഷമമൊക്കെ ആയി. അങ്ങനെ വൈകുന്നേരത്തെ നമ്മളുടെ ദർശനത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ആശ് ചേച്ചിയെ പോയി കണ്ട്, ചേച്ചി സ്പീച്ചൊക്കെ കേട്ട് ഓക്കെ നാളെ രാവിലത്തേക്ക് പ്രിപ്പയർഡ് ആയിട്ടൊക്കെ വായോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മള് സ്വാമിയുടെ റെസിഡൻസിന്റെ ബാക്ക് സൈഡിലൂടെ നേരെ ആ VIP ഗേറ്റിലോട്ട് പോവാണ്. അപ്പൊ
ആള് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള ഇതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട, ചിലപ്പം ഗീതാമോഹൻ റാം വന്നത് തന്നെ ചിലപ്പോ നിന്നെ കാണാനൊക്കെ ആയിരിക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ രണ്ടുപേരും നടന്നങ്ങനെ പോകുമ്പോ അവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അപ്പം ആൾക്ക് ഇങ്ങനെ ടാഗ് കിട്ടിയതിനകത്തോട്ട് അവളുടെ പേരൊക്കെ എഴുതാൻ വേണ്ടി അവിടെ ആ തിട്ടയിൽ ഇങ്ങനെ ഇരുന്ന് എഴുതുക. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്ത് നോക്കുമ്പം ശരിക്കും എന്റെ ഫ്രണ്ടിലേക്ക് നടന്ന് ഗീതാമോഹൻ റാം ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ പറയൂ, ശ്രീദേവി ഇത് നോക്ക്, ഇതാരാ വരുന്നത്. അപ്പൊ നമ്മള് രണ്ടുപേരും വളരെ എക്സൈറ്റഡ് ആയിട്ട് എണീറ്റ് ആ എക്സൈറ്റ്മെന്റിൽ നമ്മളിങ്ങനെ പറയാ, എന്താ പറയേണ്ടതില്ല, ജസ്റ്റ് ആ ഒരു മൊമെന്റില് നമ്മള് ജസ്റ്റ് മനസ്സില് ഇത്രയും ഒന്ന് ആഗ്രഹിച്ചപ്പം സ്വാമി ശരിക്കും അവര് നമ്മളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അവര് നമ്മളെ സൈഡിലോട്ട് ആ സ്ലിപ്പർ സ്റ്റാൻഡിന്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോയിട്ട് അവര് ചോദിച്ചു എന്താ പേര്. അപ്പം ശ്രീദേവി പേരൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മള് പറഞ്ഞു ഇങ്ങനെ ആന്റിയുടെ അനുഭവങ്ങളൊക്കെ ഒരുപാട് കേട്ട് ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയി, സ്വാമിയായിട്ട് ഒരുപാട് അടുക്കാനുള്ള ഒരു കാരണം ആന്റിയുടെ അനുഭവങ്ങളും കൂടി ആയിരുന്നു. അപ്പം അവര് വളരെ സന്തോഷത്തോടെ ഓക്കെ സന്തോഷം. അപ്പം ശ്രീദേവി പറഞ്ഞു നാളെ എനിക്ക് സ്പീച്ച് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു എനിക്കും സ്പീച്ച് ഉണ്ട്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ രണ്ടുപേരും അങ്ങനെ അവര് പറഞ്ഞു. അവരകത്ത് കയറിപ്പോയി. നമ്മളും വളരെ സന്തോഷത്തോടു കൂടി അകത്ത് പോയി പ്രാർത്ഥിച്ചു, സ്വാമിയുടെ സമാധിയിൽ തൊഴുതു, പുറത്തിറങ്ങി. ശ്രീദേവി വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു, അമ്മ എന്തൊരു മിറക്കിൾ പോലെയാണ് ഈ ഒരു കാര്യം നടന്നത്. നമ്മളുടെ ഒരു ആഗ്രഹം, അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന് സ്വാമി എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് തരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം സാധിച്ചു തരുന്നത്. ശരിക്കും എനിക്ക് വളരെ സന്തോഷവും വളരെ എക്സൈറ്റ്മെന്റും ഫീൽ ചെയ്ത ഒരു മൊമെന്റ് ആണത്. അപ്പം ഈ ഒരു അനുഭവം എല്ലാവരുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ സെന്റിനറി ബർത്ത്ഡേ വേളയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ സാധിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു ആയിട്ടുള്ള ഒരു സംഭവം ആന്റി ഓർഗനൈസ് ചെയ്ത് ഇതിനകത്ത് നമ്മൾക്ക് ഇത്രയും അനുഭവങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുന്നത് കേൾക്കും തോറും നമ്മൾ ഭഗവാനിലേക്ക് ഡെയിലി അടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ സായിറാം. ഭഗവാന്റെ എതിട്ടോളൂ. ఈనాటి విద్యను నేను నేటి విద్యలు తెలివితేటలనే పెంచే కొంచెమైన గుణము పెంచబోదు. The modern education will help you more and more to be more and intelligent, but it will not improve your character. కోటి విద్యలుండి గుణము లేకున్నచో ఫలమదేమి వాణి విలువదేమి విలువదేమి విలువదేమి. With all forms of knowledge, without character, what is the use of it? What is the value of that education? ఈ తెలివితేటలు దేని నిమిత్తమే మనకు అవసరం వస్తాయి? Why do you need this intelligence? ఇవి పరులను వంచే నిమిత్తము, To cheat others, స్వార్థాన్ని పోషించుకునే నిమిత్తము, to sustain your selfishness, స్వప్రయోజనాన్ని అనుభవించే నిమిత్తము to experience self-interest. ఇవి ఉపయోగిస్తున్నాయి. కానీ దేశమునకు కానీ సమాజమునకు కానీ తన యొక్క విద్యా విధానం ఏమాత్రం కూడాను అనుకూలపడటం లేదు. The education system helps you to serve your own personal needs and selfish interests. It doesn't help anyway the progress నిత్య of this జీవితంలో country. ఉపయోగపడినటువంటి విద్యలు ఇది ఉపయోగపడేటువంటివి ఏమాత్రము కాదు. This type of education will not help you. It is useless.
ఆదర్శవంతమైనటువంటి యొక్క పౌరులుగా మీరు రాణించాలి. You should shine as ideal citizens. ఉత్తమ ఆదర్శులుగా కావాల్సినటువంటి విద్యార్థులు ఈనాడు ఉత్తమ ఆశలకు బయలుదేరుతున్నారు. Instead of molding yourselves as noble ideal students, you entertain desire. ఆశలు కాదు మనకు ప్రధానమైనటువంటి ఆశయాలు మనకు అవసరము. It's not the desire, it is the ideal that's more important. ఉత్తమ చింతనతో జీవించవలసినటువంటి విద్యార్థులు ఈనాడు సంకుచితమైన భావముతో సంచరిస్తూ ఉంటున్నారు. Students who should live with all noble thoughts, they entertain narrow thoughts. విద్యార్థులు ఎందుకును మానవత్వం అనేది ఏమిటో వారికి అర్థం లేకుండా తెలిసి లేకుండా పోతుండాలి. Students do not understand what the human quality is. నేను మానవుడిని మాత్రం చెప్పుకుంటున్నాడు కానీ మానవ అంటే ఏమిటి దీని అర్థం అనేది కూడాను వాడికి తెలియటం లేదు. He declares himself as a human being, Manava, without knowing the meaning. ది ప్రాపర్ స్టడీ ఆఫ్ మ్యాన్కైండ్ ఇస్ మ్యాన్ అని అనగా త్రిగుణముల యొక్క ఏకత్వమే, మనస్సు వాక్కు క్రియల యొక్క ఏకత్వమే మానవత్వం అనేటువంటి సత్యాన్ని ఈనాడు ప్రబోధించాలి. The human value lies in the unity, the harmony between thought, word and deed. സൈരം നിഷ ഭജന പാടിക്കോളൂ. ओ भगवान, ओ भगवान, ओ भगवान, ओ भगवान, अर्ज सुनो मेरे साईं भगवान, अर्ज सुनो मेरे साईं भगवान। परतिपुरी के तुम हो दाता, वृंदावन के तुम हो दाता, सब भक्तों के मन को भाता, पार उतारो नैया मोरे, पार उतारो नैया मोरे, साई घन श्यामा, साई घन श्यामा, साई घन श्यामा, साई घन श्यामा। ओ भगवान, ओ भगवान, अर्ज सुनो मेरे साई भगवान। परतिपुरी के तुम हो दाता, वृंदावन के तुम हो दाता, सब भक्तों के मन को भाता, पार उतारो नैया मोरे, साई घन श्यामा, साई घन श्यामा, साई घन श्यामा, साई घन श्यामा। ओ भगवान, ओ भगवान, अर्ज सुनो मेरे साई भगवान। സൈറാം, സമയമുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ അനുഭവം പറയാന്ന് വിചാരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 20 വർഷത്തോളം തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്സായ കുട്ടികൾ, അതായത് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ പാസ്സായി ജീവിതത്തിലോട്ട് പ്രവേശിച്ച കുട്ടികൾ, അവര് വലുതായി അവരെന്നോട് പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ ഞങ്ങൾക്ക് ഇനിയും കോണ്ടാക്ട് വെക്കണമെങ്കിൽ ആൻറ്റി എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് തമസോമ ജ്യോതിർഗമയ എന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ശ്രീ സത്യസായി സായി ജ്യോതി ട്രസ്റ്റ് ഫോർ ദി വിഷ്വലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നമ്മുടെ സായി ഡിവോട്ടീസിന് ആരോടും തന്നെ 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. ഞാൻ ഭഗവാനോട് മാത്രമേ പറയാറുള്ളൂ, ഭഗവാൻ അങ്ങയുടെ കുട്ടികള് അങ്ങയ്ക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ ചെയ്തോളൂന്ന്. അപ്പൊ ഭഗവാൻ എപ്പോഴും അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഓഥന്റിസിറ്റി വരാനായിട്ട് അതിനായിട്ട് ഞാൻ ഈ സൊസൈറ്റി തുടങ്ങാൻ തീരുമാനിച്ചു. ഒരു CA കണ്ടിട്ട് അദ്ദേഹത്തിനെ കൊണ്ടൊരു ബൈലോ ഒക്കെ തയ്യാറാക്കിച്ചു. പക്ഷെ ഭഗവാന്റെ അനുവാദം കൂടാതെ ഞാനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ബൈലോയുടെ കോപ്പി എല്ലാമായിട്ട് ഞാൻ പുട്ടപർത്തിയിൽ വന്നു. ഭഗവാൻ അനുഗ്രഹിച്ച് അത് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ എന്നാലാവുന്ന വിധം
ചെയ്തുകൊണ്ട് പോവുകയുള്ളൂ. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരുപാട് ദാരിദ്ര്യവും ഒരുപാട് ദുഃഖവും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് സഹായം നൽകണമെങ്കിൽ നമുക്ക് SBT ബാങ്കിന് സൊസൈറ്റി സോഷ്യൽ സർവീസ് സെല്ലൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ നമുക്ക് പോയി ചോദിക്കണമെങ്കിൽ നമുക്ക് ഓതന്റിസിറ്റി ആയിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് കയ്യിൽ വേണം. അതുകൊണ്ടാണ് ഞാനത് തുടങ്ങാന്ന് വിചാരിച്ചത്. SBT ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞ, ആന്റി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സൊസൈറ്റി ധാരാളം സഹായം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന് ഞാൻ ബൈലോസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ പതുപോലെ എൻ്റെ സ്ഥലത്ത് ഇരുന്നു. അന്ന് എനിക്ക് ഫസ്റ്റ് ലൈൻ കിട്ടി. സ്വാമി കാറിലാണ് ദർശനത്തിന് വന്നുകൊണ്ടിരുന്നത്. 2007-8-8ലൊക്കെയാണ്. അപ്പോ ഞാൻ ഈ ബൈലോസിന്റെ വലിയൊരു ബണ്ടിലാണ്, ആ ബണ്ടിലും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാനെ ഇത് വന്ന് വാങ്ങിച്ച് ഭഗവാൻ ഈ പേര് സായി ജ്യോതി ട്രസ്റ്റ് ഫോർ പിന്നെ വിഷ്വലി ഹാൻഡിക്യാപ്റ്റ്, ഇത് സ്വാമി സ്വീകരിച്ചാൽ മാത്രമേ എനിക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ. ഭഗവാൻ അത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഭഗവാൻ കാറിൽ ഇങ്ങനെ പതുക്കെ വന്നു. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ കാറിൽ വന്ന് സ്ലോ ആയിട്ട് വന്ന് ഭഗവാൻ പതുക്കെ അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ നേരെ മുമ്പിൽ വന്ന് നിന്നിട്ട് ജനാല തുറന്നു. ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തെ വിൻഡോ തുറന്നു. എന്നിട്ട് ഇങ്ങനെ കൈ നീട്ടി. പക്ഷെ ഭഗവാൻ ഞാൻ ഈ മുറ്റത്ത് നിന്നെങ്കിലും ഭഗവാന്റെ കയ്യിലേക്ക് എത്തിക്കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഭഗവാന്റെ കൂടെ നടക്കുന്ന കുട്ടി, ഒരു പയ്യനുണ്ടല്ലോ, 2 പയ്യന്മാർ അപ്പുറത്തും ഇപ്പുറത്തും നടക്കും. ഇപ്പുറത്തുള്ള പയ്യന്റെ കയ്യിലേക്ക് സ്വാമി തന്നെ പറഞ്ഞു, അവൻ എൻ്റെ അടുത്ത് നിന്ന് വന്നത് വാങ്ങിച്ചു ഭഗവാന്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ വന്ന് ഇത് തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിലൂടെ എനിക്ക് പിന്നെ വിവാഹത്തിന് സഹായം നൽകാൻ പറ്റി. വിദ്യാഭ്യാസം, പലരും വളരെയധികം വിദ്യാഭ്യാസത്തിനുള്ള സഹായം, അതായത് ഒരു കുട്ടിയാണെങ്കിൽ അവൾക്ക് ഭഗവാന്റെ വൈറ്റ് ഫീൽഡില് നഴ്സിങ്ങിന് പോലും അഡ്മിഷൻ കിട്ടാൻ ഒരു സീറ്റ് കൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അവരുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ തീർച്ചയായിട്ടും ഇത് കൊടുക്കാത്തതാണ്. പക്ഷെ ഫീസ് ഫ്രീ ആണെങ്കിലും കുറച്ച് നല്ല ചെലവുള്ള കാര്യമാണ്. അവളുടെ അമ്മ പൂർണ്ണമായിട്ട് ബ്ലൈൻഡ് ആണ്, അച്ഛൻ ഹാഫ് ബ്ലൈൻഡ് ആണ്, ഭയങ്കര അസുഖക്കാരനാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രസ്റ്റ് തുടങ്ങിയത് കൊണ്ട് SBTയുടെയും കൂടെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതായത് വേറെ പേഴ്സണലായിട്ട് ആരോടും ഒരു പൈസയും ചോദിക്കാതെയും പറയാതെയും എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോഴപ്പം ഭഗവാൻ തന്നെ എത്തിക്കുന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. വിവാഹങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റി, കല്യാണം, ഒരുപാട് പേർക്ക് പിന്നെ മെഡിക്കൽ സഹായം, കണ്ണ് മാറ്റി വെക്കുക, അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾക്കൊക്കെ സഹായിക്കാൻ പറ്റി. അവരുടെ കണ്ണ് തന്നെ ശരിയാവാനുള്ള ഓപ്പറേഷൻ മധുരയിലും മറ്റും കൊണ്ടുപോയി നടത്താനുള്ള അവസരം കിട്ടി. അതുപോലെ തന്നെ 2 പേര് വീട് വെക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ ബേസ്മെന്റ് കെട്ടിയിട്ടിട്ട് മുകളിലോട്ട് കയറ്റാൻ പറ്റുന്നില്ല. അവർക്ക് വീടെന്ന് പറഞ്ഞ ഒരു സ്ഥലമേ ഇല്ല. അവർ താമസിക്കുന്നത് നമ്മുടെ വേളിയിലാണ്, കൊച്ചുവേളി. അപ്പൊ അവിടെയാണ് അവർ താമസിച്ച് പിന്നെ ടിക്കറ്റ് വിറ്റും ഒക്കെയാണ് അവർ കഴിയുന്നത്. മൊബൈൽ ഫോൺ വന്നതോടുകൂടി അവരുടെയൊക്കെ ബിസിനസ് പൊളിഞ്ഞു പോയി. അവർക്ക് എല്ലാവർക്കും ബൂത്തുകളായിരുന്നു, അതിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാണ്ടായി. വെറും ചാക്ക് കൊണ്ട് മറിച്ച ഒരു റൂമെന്നൊന്നും പറയാൻ പറ്റില്ല, മണലാണ് താഴെ, ഒരു മണ്ണ് ചാണകം പോലും പെട്ടാത്ത തറയിൽ അങ്ങനെയൊക്കെയാണ് അവര് കഴിഞ്ഞിരുന്നത്. അവിടെ ബേസ്മെന്റും കെട്ടിയിട്ടിട്ട് രാത്രിയാകുമ്പോൾ ആ ബേസ്മെന്റിൽ പോയി തന്നെ കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 1-2 പേർക്ക് വീട് വെക്കുവാനും എല്ലാം സഹായം. അതുപോലെ കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങാൻ സഹായിക്കാനും അതിനൊക്കെ SBT ആണ് കമ്പ്യൂട്ടറും ബാക്കി സാധനങ്ങളൊക്കെ തന്നത്. 1-2 കുട്ടികൾക്ക് വയലിൻ, മൃദംഗം, അതിലൊക്കെ എക്സ്പേർട്സ് ആണ്. പക്ഷെ അവർക്ക് അതൊന്നും വാങ്ങിക്കാനുള്ള സൗകര്യമില്ല. അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ കുറെ അധികം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ അധികം സഹായ സഹകരണങ്ങൾ അവർക്ക് നൽകുവാനായിട്ട് പറ്റി. അപ്പൊ അവർക്കൊക്കെ ഇപ്പോഴും അവർക്ക് ഭഗവാൻ എന്നെ വിളിച്ച അവര് സായിരാം പറയാതെ അവര് പിന്നെ സായിരാം പറഞ്ഞേ അവർ വിളിക്കുള്ളൂ, ഹലോ എന്ന് പറയാറേ ഇല്ല. ആ രീതിയിൽ ഭഗവാന്റെ ഒരു സ്പർശനം അവരിലെല്ലാം എത്തിക്കുവാനായിട്ട് ഭഗവാൻ എന്നെ ഒരു ഉപകരണമായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ ആ ബയലോ സ്വാമി സ്വീകരിച്ചതോടുകൂടിയാണ് അതെനിക്ക് നടത്തുവാനായിട്ടുള്ള അവസരം ഉണ്ടായത്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അതിനുവേണ്ടി നന്ദിയോടെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സായി ഉപമയിലേക്ക് പ്രവേശിക്കുന്നു. സായി ഉപമ എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ പാകത്തിനാണ് വേദസാരമായ ഭാഗവതം നൽകപ്പെട്ടിരിക്കുന്നത്.
വൈദിക സാഹിത്യത്തിലെ ഒരു അവയവമാണ് ഭാഗവതം. ഒരു അവയവം ആണ് എന്ന നിലയിൽ അത് വേദസംസ്കാരത്തിന്റെ അഭേദ്യമായ ഭാഗമാണ്. ഒരേ രക്തം തന്നെയാണ് ഈ അവയവത്തിലൂടെയും ഒഴുകുന്നത്. അത് വേദങ്ങളെ മനോഹരവും ആകർഷണീയവും ആക്കുന്നു. കുട്ടികളെ വസ്തുക്കളുടെ പേരുകൾ പഠിപ്പിക്കുന്നതിനായിട്ട് നാം അവയുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് പോലെ ഭാഗവതത്തിലൂടെ ആണ്, അതായത് ക്ഷരം അഥവാ നശ്വരമായതിനെ അറിയുന്നതിന് അതിലൂടെ വേണം അക്ഷരം അഥവാ അനശ്വരമായതിനെ നാം അറിയുവാനായിട്ട് ശ്രമിക്കുന്നത്. സ്ഥൂലത്തെ അനുഭവിക്കുന്നതിനും അതിന് സഹായകമാകുന്നതും സൂക്ഷ്മത്തെ അറിയുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സ്ഥൂലത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സൂക്ഷ്മത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ജഡവസ്തുവിനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് നിങ്ങൾ ചിത്ത് അഥവാ അവബോധത്തിന്റെ തലത്തിലേക്ക് ഉയർന്നതിന് ശേഷം ജഡവസ്തുവിനെയും ചൈതന്യം കൊണ്ട് നിറച്ച് അവയിൽ വ്യത്യാസമില്ലാതെ ആക്കണം. ഭഗവാൻ ബാബ സൈറാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം.